നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ. ദിസ് ഈസ് ശ്യാം എസ് സുന്ദർ വിത്ത് യു. നമ്മൾ ഓരോ രാശിക്കാരുടെയും 2026 വർഷഫലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മിഥുനം രാശിയെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പം മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തിൻ്റെ പകുതി, തിരുവാതിര, പുണർന്നം നാളിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ആദ്യമായിട്ട് നമുക്ക് ഗ്രഹസ്ഥിതി എപ്പോഴും പറയുന്ന പോലെ നോക്കാം. 2026 മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി നിൽക്കുന്നത് അവിടെ കർമ്മഭാവത്തിലാണ്. 10ലാണ് ശനി നിൽക്കുന്നത് മീനം രാശിയിലെ. അതുപോലെ തന്നെ വ്യാഴം നിൽക്കുന്നത് ജന്മത്തിലാണ്. ജന്മവ്യാഴമാണ്. ജന്മവ്യാഴം പൊതുവെ നല്ലത് തന്നെയാണ്, ദോഷമൊന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ അവരുടെ കുംഭം രാശിയിലാണ് രാഹു നിൽക്കുന്നത്, ചിങ്ങത്തിലാണ് കേതു നിൽക്കുന്നത്. അപ്പം രാഹു എന്ന് പറയുന്ന ഗ്രഹം ശനി എന്ന് പറയുന്ന ഗ്രഹത്തിനോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. ശനിയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് രാഹു എന്ന് പറയുന്ന ഗ്രഹം സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഥുനം രാശിയുടെ 9ാം ഭാവമാണ് കുംഭം എന്ന് പറയുന്നത്. അപ്പം ഭാഗ്യസ്ഥാനത്താണ് രാഹു സഞ്ചരിക്കുന്നത്. തീർച്ചയായിട്ടും മിഥുനം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ പല ഭാഗ്യങ്ങളും ഉണ്ടാകുന്നൊരു വർഷമായിരിക്കും 2026. അതുതന്നെയല്ല, ഈ സൂര്യൻ്റെ പുത്രനാണ് ശനി, ശനിയുടെ പുത്രനാണ് രാഹു, രാഹുവിൻ്റെ പുത്രനാണ് ഗുളികൻ. ഇങ്ങനെയാണ് പാരമ്പര്യ ജ്യോത്സ്യന്മാരുടെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇതാണ് അതിൻ്റെ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു കണക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശനി എന്ന് പറയുന്ന ഭാഗ്യാധിപനായിരുന്നു, മിഥുനം രാശിയുടെ ഭാഗ്യാധിപനായതുകൊണ്ട് ആ ശനിയിലേക്ക് രാഹു വരുമ്പോൾ ശനിയുടെ സ്വഭാവത്തെ സ്വീകരിക്കുകയും ശനി എപ്രകാരം ഇവർക്ക് നന്മ ചെയ്യുന്നു അതുപോലെ തന്നെ രാഹുവും നന്മ ചെയ്യുകയും ചെയ്യും. അതാണ് മിഥുനം രാശിക്കാരുടെ പ്രത്യേകിച്ച് നമ്മൾ ആ ഗ്രഹസ്ഥിതി വെച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുതന്നെയല്ല, വർഷത്തിൻ്റെ പകുതിയോടുകൂടി ജൂൺ മാസത്തോടുകൂടി ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം ഉച്ചസ്ഥനായിട്ടുള്ള കർക്കിടക ക്ഷേത്രത്തിലേക്ക് മാറും. അപ്പോൾ വീണ്ടും ധനസ്ഥാനം വീണ്ടും പുഷ്ടിപ്പെടുകയും ചെയ്യും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ശരിക്കും മിഥുനം രാശിക്കാർക്ക് ഈ 10ൽ കർമ്മത്തിൽ നിൽക്കുന്ന വ്യാഴം അത് ശരിക്കും ആ കർമ്മസ്ഥാനത്തെ പുഷ്ടിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ വ്യാഴം ജന്മത്തിലും പിന്നീട് 2ലേക്കും വരുമ്പോൾ മഹാലക്ഷ്മി യോഗം അവിടെ സംഭവിക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കൊണ്ടും അത് കുംഭരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഒരു രാജയോഗം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ചില ആൾക്കാർക്ക് പറയും ഗോചരത്തിൽ വരുമ്പോൾ രാജയോഗം വരത്തില്ലല്ലോ. വരും. ഗോചരത്തിലല്ലേ എങ്ങനെ ചന്ദ്രൻ്റെ ബലമുണ്ടെങ്കിൽ ചന്ദ്രനെ വെച്ചുകൊണ്ടും നമുക്ക് ഗണിക്കാം. ലഗ്നത്തിന് ബലമുണ്ടെങ്കിൽ ലഗ്നത്തെ വെച്ചുകൊണ്ട് ഗണിക്കുന്ന പോലെ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ ചന്ദ്രനെ വെച്ചുകൊണ്ട് നമുക്ക് ഗണിക്കാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ മിഥുനം രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഒരു ഈ ഇടവം രാശിക്കാരെ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു സമയമാണ്. മഹാലക്ഷ്മി യോഗവും അതുപോലെ തന്നെ രാജയോഗ പ്രധാനമായിട്ടുള്ള സമയം തന്നെയാണ് 2026 എന്ന് പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ അവരുടെ കർമ്മസ്ഥാനം ഏത് ഫീൽഡിലാണ് അവർ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആ മേഖലയിലൂടെ ധനം വരികയും ആ പ്രവർത്തന സ്ഥാനം പുഷ്ടിപ്പെടുകയും ചെയ്യും. കൂടാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകും. കാരണം എന്തുകൊണ്ടാണ്? രാഹു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് രാഹുവിനൊരു സ്വഭാവമുണ്ട്, അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യം കൊടുക്കും. ഈ രാഹു ഒക്കെ നല്ല സ്ഥാനങ്ങളിൽ വരുന്ന സമയത്താണ് ലോട്ടറി ഭാഗ്യം ഉണ്ടാകുന്നത്. ഈ രാഹുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാഹു രാജാവിനെ ഒറ്റയടിക്ക് ദരിദ്രനാക്കി മാറ്റും. അതുപോലെ ദരിദ്രനെ ഒറ്റ നിമിഷം കൊണ്ട് രാജാവാക്കി മാറ്റും, ധനികനാക്കി മാറ്റും. അങ്ങനെ ഒരു ക്യാരക്ടറുള്ള ഒരു ഗ്രഹമാണ് ഈ രാഹു എന്ന് പറയുന്നത്. അപ്പോൾ രാഹു മിഥുനം രാശിയുടെ ഭാഗ്യസ്ഥാനമായ കുംഭത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് ശനിയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ടും ശനി എന്ന് പറയുന്ന കർമ്മസ്ഥാനമായ 10ൽ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാഹു എന്ന് പറയുന്ന ഗ്രഹം ഇവർക്ക് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ 2026. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് എന്താ പറയുന്നത്, നമ്മൾ ഇടവം രാശിക്കാരുടെ കാര്യം പറഞ്ഞ പോലെ മിഥുനം രാശിക്കാർക്കും ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. പക്ഷേ ലോട്ടറി എന്നുള്ളത് അവസാനം അത് ലോട്ടറിയുടെ പുറകിന് പോവുക എന്നത് ഞാൻ ആരോടും സജസ്റ്റ് ചെയ്യാറില്ല. അത് ശരിക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത് പൂർ മെൻറ്റാലിറ്റിയാണ്. നമ്മൾ എല്ലാ മേഖലകളും എല്ലാ വാതിലുകളും അടയുമ്പോഴാണ് ഏറ്റവും ലാസ്റ്റ് ഒരു വ്യക്തി പറയുന്നത് അയ്യോ ദൈവമേ എനിക്കൊരു ലോട്ടറിയെങ്കിലും അടിച്ചായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത്. അപ്പം അതിലേക്കൊന്നും പോകണ്ട. നിങ്ങൾക്ക് പൊതുവേ നല്ല സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന മേഖല ഏതാണോ അതിലേക്കാണെങ്കിൽ ഫോക്കസ് ചെയ്യുക, വർക്ക് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ മണി. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പം ഇത് ധനം, ഇൻഫ്ലോ ഓഫ് മണി 2026 നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും.
അതുപോലെ ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന വർഷം. കാരണം ഞാൻ രാഹുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് രാഹു ചില അത്ഭുതങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു വർഷമായിരിക്കും 2026. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യം തന്നെ ജോലി കിട്ടും. ജോലി പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരല്പം ഒരു ബുദ്ധിമുട്ടിലൂടെ ആണെങ്കിലും ഫൈനലി ആ പ്രൊമോഷൻ ലഭിക്കുക തന്നെ ചെയ്യും, തർക്കമില്ലാത്ത കാര്യമാണ്. അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. കാരണം കർമ്മസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. തീർച്ചയായിട്ടും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് കൃഷിയിലൂടെയുള്ള വരുമാനം വർദ്ധിക്കും. തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ ഫാമിലിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഈ എന്താ പറയേണ്ടത്, മിഥുനം രാശിക്കാർ ഒരു സ്ത്രീ ആണെങ്കിൽ മക്കൾക്കോ ഹസ്ബൻഡിനോ ഒക്കെ ജോലി കിട്ടാനുള്ള ഭാഗ്യമുണ്ട് 2026. അതല്ല ഒരു പുരുഷനാണെങ്കിൽ ഭാര്യയ്ക്കോ അദ്ദേഹത്തിന് തന്നെയോ അല്ലെങ്കിൽ മക്കൾക്കോ ഒക്കെ ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായും ജോലി ലഭിക്കുവാനുള്ള ഒരു ഭാഗ്യം 2026 ഉണ്ട്. പൊതുവെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്ന വർഷമായിരിക്കും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026. അതുപോലെ തന്നെ ഈ പിതൃസ്വത്തൊക്കെ കിട്ടുക, അതായത് അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പാരമ്പര്യ സ്വത്തുക്കളൊക്കെ കിട്ടാനുള്ള ഭാഗ്യം 2026. നമ്മൾ വിചാരിക്കും നമുക്കൊന്നും കിട്ടത്തില്ല എന്ന്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ അത്ഭുതം സംഭവിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കെന്തെങ്കിലും പാരമ്പര്യ സ്വത്തുക്കൾ കിട്ടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. അത് പാരമ്പര്യ സ്വത്തുക്കൾ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ അത് സുഹൃത്തുക്കളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഫ്രീ ആയി എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടിയാലും അത് ഒരു അനുഗ്രഹമായിട്ട് തന്നെ വിചാരിക്കുക. അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കാനുള്ള ഭാഗ്യം 2026 എവിടെ പോയാലും നല്ല ഫുഡ് അവർക്ക് ലഭിക്കാനുള്ള ഭാഗ്യമാണ്. ഭക്ഷണസുഖം, അത് വീട്ടിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരുപാട് ഫംഗ്ഷൻസിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നല്ല നല്ല ഫുഡുകൾ കഴിക്കാൻ സാധിക്കുക, അതൊക്കെ ഒരു ഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും ഭക്ഷണസുഖം ഉണ്ടാകും. അതുപോലെ പുതിയ വാഹനം മേടിക്കാനുള്ള ഭാഗ്യം 2026 മിഥുനം രാശിക്കാർക്കും ഉണ്ട്. അതായത് ഓൾറെഡി ഒരു വാഹനം ഉണ്ടെങ്കിൽ അതിനെ മാറ്റി വാങ്ങുകയോ അല്ലെങ്കിൽ പുതിയൊരു വാഹനം മേടിക്കുകയോ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വീട് ഒക്കെ പണിയോണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ പണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആണെങ്കിൽ ഹൗസ് വാമിംഗ് നടത്താൻ സാധിക്കും പെട്ടെന്ന് തന്നെ. ഇനിയും ഏതെങ്കിലുമൊക്കെ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതിലൊക്കെ ഗ്രഹമൊക്കെ ഒന്ന് മൂടി പിടിപ്പിക്കുക, വീണ്ടും ഒന്ന് പുതിയതായിട്ട് ഫർണിഷ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നലുണ്ടായി വീട് കുറച്ചും കൂടി മൂടി പിടിപ്പിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ ഈ മിഥുനം രാശിക്കാർക്ക് പോകുവാനായിട്ട് സാധിക്കും. മെയിനായിട്ടും ഈ ജോലി ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 2026 ജോലി ലഭിക്കുക തന്നെ ചെയ്യും, തർക്കമില്ലാത്ത കാര്യമാണ്. അതും പ്രത്യേകിച്ച് ഇനിയിപ്പം ആദ്യ പാദത്തിൽ ലഭിച്ചില്ലെങ്കിൽ മെയ് മാസത്തിന് ശേഷം വ്യാഴം എന്ന് പറയുന്നത് കർക്കിടകം രാശിയിലേക്ക് വരുമ്പോൾ ധനസ്ഥാനത്തേക്ക് വരണം. അപ്പം തീർച്ചയായിട്ടും തൊഴിൽ മേഖല പുഷ്ടിപ്പെടണം, ധനം വന്ന് ചേരണം, ജോലി കിട്ടണം, തർക്കമില്ലാത്ത കാര്യമാണ്. മിക്കവാറും ജാതകത്തിലൊക്കെ പിന്നെ ശനിയും വ്യാഴവും ഒക്കെ നല്ല സ്ഥാനത്ത് നിൽക്കുന്നവരാണെങ്കിൽ ജനുവരി മാസത്തിൽ തന്നെ ജോലി കിട്ടും. അതല്ല ഇച്ചിരി മോശ സ്ഥാനത്ത് നിൽക്കുന്നവരാണെങ്കിൽ കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ ജൂൺ മാസം മുതൽ അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പിന്നെ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയൊക്കെ അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടുന്ന ആശംസകളും ഒക്കെ കിട്ടുന്ന ഒരു വർഷമായിരിക്കും 2026 മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അച്ഛനും അമ്മയൊക്കെ ആയിട്ട് എന്തെങ്കിലും പിണങ്ങി താമസിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള രീതിയിൽ ഒരു ബുദ്ധിമുട്ട് സംസാരത്തിലൂടെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്ന ആൾക്കാരെങ്കിൽ എല്ലാം മറന്ന് അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് ജീവിച്ചു പോകുന്ന വർഷമായിരിക്കും 2026 മിഥുനം രാശിയിൽ ജനിച്ച മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി, തിരുവാതിര, പുണർത്തത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സമൂഹത്തിലെ ബഹുമാന്യതയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന വർഷമായിരിക്കും. അതുപോലെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗന്ദര്യമൊക്കെ അല്പം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷനൊക്കെ തോന്നുന്ന ഒരു സമയമായിരിക്കും 2026 എന്ന് പറയുന്നത്. പിന്നെ സർവ്വമേഖലയിലും ബഹുമാന്യതയും അംഗീകാരവും ലഭിക്കുക, അത് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുക, നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക, അതുപോലെ തന്നെ ധനധാന്യ യോഗം എല്ലാം തന്നെ സംഭവിക്കുക. ഇതൊക്കെയാണ് മിഥുനം രാശിക്കാർക്ക് 2026 വന്നു ചേരുന്ന ഭാഗ്യങ്ങളെന്ന് പറയുന്നത്. അതുപോലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, പിന്നെ കലാകായിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അനുകൂലമായ സമയം തന്നെയാണ്. അവാർഡുകൾ ലഭിക്കുവാനും ആൾക്കാരൊക്കെ അക്സെപ്റ്റ് ചെയ്യുവാനും ഒക്കെയുള്ള ഒരു കാലഘട്ടം തന്നെയായിരിക്കും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം.
പ്രത്യേകിച്ച് മിഥുനം രാശിയിലൊക്കെ വരുന്ന ഫിലിം സ്റ്റാർസൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. കർമ്മസ്ഥാനത്ത് ശനി നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എന്താ പറയുക, ഈ മിഥുനം രാശിയിലുള്ള നക്ഷത്രക്കാരായിട്ടുള്ള ഫിലിം സ്റ്റാർസ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ആ മേഖലയിൽ കൂടുതലായിട്ട് ഒരു ആധിപത്യം സ്ഥാപിക്കുവാൻ പറ്റുന്ന വർഷമായിരിക്കും 2026. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇടവൻ രാശിക്കാരെ പറഞ്ഞ പോലെ മിഥുനം രാശിക്കാർക്കും വളരെ ഗംഭീരമായിട്ടുള്ള വർഷമാണ് 2026. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഈ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം എവിടെയെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യുക. ഞാൻ ഒരു അസ്ട്രോളജറാണ്. നിങ്ങൾക്ക് എന്നോട് വേണമെങ്കിലും ഓൺലൈനിലോ അല്ലെങ്കിൽ അല്ലാതെയോ കൺസൾട്ടേഷന് സമീപിക്കാവുന്നതാണ്. ഞാനതിൻ്റെ എക്സാക്റ്റ് റീസൺസ് എന്നാണ് കണ്ടുപിടിച്ച ശേഷം അത് അസ്ട്രോളജിക്കൽ റെമഡീസ് ആണെങ്കിൽ അത് തരും. അതല്ല ഇനി ഹിപ്നോട്ടിക്കലോ പാരാസൈക്കോളജിക്കലോ അല്ലെങ്കിൽ മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റെമഡീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതും ഞാൻ തരുന്നതായിരിക്കും. ഇതാണ് മിഥുനം രാശിക്കാരെക്കുറിച്ച് 2026 പറയുവാനുള്ളത്. കൂടാതെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വെള്ളിയിലും സ്വർണ്ണത്തിലും നിർമ്മിച്ചിരിക്കുന്ന ഒരു രാജവശ്യ യന്ത്രം നമ്മൾ ഓൾ ഓവർ UAE ആൻഡ് ഇന്ത്യയിലെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നല്ലേ വേൾഡ് വൈഡായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മഹാലക്ഷ്മിയുടെ ധനവശ്യ മന്ത്രം 1,08,000 പ്രാവശ്യവും മഹാവിഷ്ണുവിൻ്റെ തൊഴിൽ വശവും ധനവശ്യവും കൂടിയുള്ള മന്ത്രം 1,08,000 പ്രാവശ്യവും ജപിച്ച് അതിൻ്റെ വിഷ്ണു ലക്ഷ്മി ചൈതന്യം അടക്കം ചെയ്തിട്ടുള്ള ഒരു യന്ത്രമാണ്, രാജവശ്യ യന്ത്രമാണ്. ഇത് ധനപരവും തൊഴിൽപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ യന്ത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫീസ് ഞങ്ങൾ പറയുന്ന അതിൻ്റെ പേയ്മെൻറ്റ് അടച്ച ശേഷം അത് റെസിപ്റ്റ് നമുക്ക് അയച്ചു തരിക. 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലും UAE ആണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡെലിവറി കിട്ടുന്നതായിരിക്കും. അതല്ല വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ 7 ദിവസത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്കത് അവിടെ എത്തിച്ചേരുന്നത്. അപ്പം ഇത് മെയിനായിട്ടും ബിസിനസ് പരവും ധനപരവും ജോലിപരവുമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ ചാനലിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ ദുബായിലെ നമ്പർ 05861267999. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ 2026 എന്ന് പറയുന്ന വർഷം മിഥുനം രാശിക്കാർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുകയും രാജയോഗപ്രധാനമായിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങളിലൂടെയും ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയും പറ്റുന്നൊരു വർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ശ്യാം എസ് സുന്ദർ. താങ്ക് യു വെരി മച്ച്.